ഓണം ആഘോഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള കുറെ പ്രസംഗവും കാര്യങ്ങളും ഒക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. നമ്മളെ ഇടയിലുള്ള ആ ഒരു ഐക്യത്തിൽ എന്തൊക്കെയോ സംഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പേഴ്സണലായിട്ട് വിളിച്ചു പറയണമെന്നല്ലല്ലോ. സോഷ്യൽ മീഡിയയിൽ ഓണം ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ. നിങ്ങളൊക്കെ കണ്ണ് തുറന്ന് ഇതൊന്ന് കാണണേ. ഈ അടിയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്താന്നുള്ളത് നോക്ക്. നബിദിനം ആഘോഷിക്കുന്ന ഒരച്ഛനാണ് പായസം ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന കാഴ്ചയാണ്. നബിദിനത്തിന് പായസം കൊടുക്കാനും സ്വീറ്റ്സ് കൊടുക്കാനും റാലിയിൽ പങ്കെടുക്കാനൊക്കെ കുറേ ആൾക്കാരുണ്ട്. അത് അവർക്ക് റസൂലുള്ളാഹിനോടുള്ള ഹുബ്ബ് പറയുന്ന സമയത്ത്, റസൂലുള്ളാഹിനോടുള്ള ഇഷ്ടം പറയുന്ന സമയത്ത്, റസൂലുള്ളാഹി നമുക്ക് കാണിച്ചു തന്നൊരു മാർഗമല്ലേ. മറ്റുള്ള മതസ്ഥരോട് പെരുമാറേണ്ട രീതിയില്ലേ, അവര് നമ്മളോട് കാണിക്കുന്ന സ്നേഹം നമ്മൾ തിരിച്ചു കാണിക്കേണ്ടത്. നമ്മൾ ഓണത്തിനും പോവും, അതുപോലെ ഓണം ആഘോഷിക്കുന്നതിൽ നമ്മൾ പങ്കെടുക്കുകയും ചെയ്യും. നബിദിനം ആഘോഷിക്കുന്നതിൽ അവർ പങ്കെടുക്കും. നമ്മളെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ, നബിദിനത്തിന് ഭക്ഷണം കഴിക്കാൻ വരെ ഇന്ന് ആരാ ഉണ്ടായിരുന്ന അറിയോ? ഹിന്ദുസ് ഉണ്ടായിരുന്നുള്ളതാണ്. അതൊരു വല്ലാത്ത അനുഭൂതിയാണ്. ഞങ്ങളെ നാട് ഇങ്ങനെയാണ്. ഞങ്ങളെ നാട്ടിൽ ഞങ്ങൾ ഇങ്ങനെ ഐക്യത്തിൽ ജീവിച്ചോളാം. മറ്റുള്ള എല്ലാവരും മുന്നിൽ പറഞ്ഞ് ഞങ്ങളെ മതത്തിനെ ഒന്നും അല്ലാണ്ടാക്കുന്ന കുറെ ആൾക്കാരില്ലേ, അവരോട് പുച്ഛ മനോഭാവം മാത്രമല്ല. ഞങ്ങളെ നാട്ടിലെ സന്തോഷമുള്ള വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എമ്മാതിരി സന്തോഷം നോക്ക്. ഞങ്ങളെ നാട്ടിലുള്ള ആൾക്കാർ ഈ അമ്മക്ക് അങ്ങനെ വിളിച്ചു കഴിഞ്ഞ് കൊണ്ടുപോകണം ആരെ നോക്ക്. ഐക്യത്തില് സന്തോഷത്തോടെ ഒരു നബിദിനാവട്ടെ, പെരുന്നാളാവട്ടെ, ഇനി ക്രിസ്ത്യൻ പെരുന്നാളാവട്ടെ, എന്ത് തന്നെ ആവട്ടെ, ഈസ്റ്റർ ആവട്ടെ, ഓണാവട്ടെ, വിഷു ആവട്ടെ, എന്ത് തന്നെ ആയാലും ആഘോഷത്തോടെ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്ന മലയാളികളുടെ നാട്ടിൽ നമുക്ക് ജനിച്ചതിൽ നമുക്ക് അഭിമാനിക്കുക. ഐക്യമാണ് ഇവിടെ പ്രാധാന്യം. എനിക്കൊരു മതമുണ്ട്, ഞാൻ എൻ്റെ മതത്തിൽ ഉറച്ചു വിശ്വസിക്കണം. നിങ്ങൾക്ക് മതമുണ്ട്, നിങ്ങളതിൽ ഉറച്ചു വിശ്വസിക്കുക. അല്ലാതെ വെറുതെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു യോജിപ്പും നമുക്കില്ല.